ബുദ്ധിയുള്ള ജനതയാണല്ലോ ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. വർദ്ധിച്ചു വരുന്ന മഹാമാരികളുടെ കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ദിനംപ്രതി വ്യത്യസ്തമായ രോഗങ്ങളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിലെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറഞ്ഞു വരുന്നതായാണ് നാം ഓരോ ദിവസവും കാണുന്നത്. മനുഷ്യരിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം നൂതന മാർഗങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുമെന്ന അന്വേഷണമാണ് ഞങ്ങളുടെ ഈ പ്രൊജക്ട്. പ്രകൃതിദത്തമായ ഒരുപാട് രോഗപ്രതിരോധ മാർഗങ്ങൾ നമുക്കറിയാമെങ്കിലും ഇപ്പോൾ രോഗകാരികളായ ജീവികൾ അതിനെയെല്ലാം അതിജീവിക്കുന്നതായാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയെ പ്രകൃതിദത്തമായി എങ്ങനെ നേരിടാം എന്ന് ചിന്തിച്ച അവസരത്തിലാണ് പുളിപ്പിച്ച മഞ്ഞൾ അഥവാ ഫെർമെന്റഡ് ടർമറിക് എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. അതിൽ നിന്ന് ഗോൾഡൻ സ്പൈസ് എന്ന വിളിപ്പേരുള്ള മഞ്ഞൾ ഒരു അത്ഭുത മരുന്നായി ഉപയോഗിക്കാമെന്ന് ഏവർക്കും അറിയാമെങ്കിലും അത് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഇതെങ്ങനെ പൂർണ്ണമായി ഉപയോഗിക്കാനാകുമെന്ന് ചിന്തിച്ച അവസരത്തിലാണ് പുളിപ്പിച്ച മഞ്ഞൾ അഥവാ ഫെർമെന്റഡ് ടർമറിക് എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. മഞ്ഞളിന് ഔഷധ പ്രാധാന്യമുണ്ടെന്നും കറിക്കും കളറിനും മഞ്ഞൾ ഉപയോഗിക്കുമെന്നും മഞ്ഞളിൽ കുറുക്കുമിൻ അടങ്ങിയിരിക്കുന്നുവെന്നും നമുക്കറിയാം. എന്നാൽ മഞ്ഞൾ ശരിയായി പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നും പലർക്കും അറിയില്ല. അതിരാവിലെ മഞ്ഞൾ തേനിൽ ചാലിച്ച് കഴിക്കുന്നവരും മഞ്ഞൾപ്പാൽ കുടിക്കുന്നവരുമൊക്കെയുണ്ട്. ഡയറി കമ്പനികൾ ഗോൾഡൻ മിൽക്ക് വിറ്റ് കാശുണ്ടാക്കും. എന്നാൽ നാം കഴിക്കുന്ന മഞ്ഞളിന്റെ സിംഹഭാഗവും ശരിയായി ദഹിക്കാതെ ശരീരം പുറന്തള്ളുകയാണെന്ന് എത്ര പേർക്കറിയാം? ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ് ഞങ്ങളുടെ ഈ പ്രൊജക്ട്. വീടുകളിൽ നിന്ന് സർവേ നടത്തിയതിൽ നിന്ന് പുളിപ്പിച്ച മഞ്ഞളിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. മഞ്ഞൾ പുളിപ്പിക്കുന്നതിലൂടെ മഞ്ഞളിന്റെ ഗുണങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം അത് പുളിപ്പിക്കാൻ ഉപയോഗിച്ച മാധ്യമം നല്ലൊരു അണുനാശിനിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നെൽകൃഷിയിൽ സ്യൂഡോമോണസിന് പകരമായി ഉപയോഗിക്കാമെന്നും വിത്തുകൾ ഈ ദ്രാവകത്തിൽ മുക്കി മുളപ്പിച്ചാൽ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ അകറ്റി നിർത്താമെന്നും കൃഷിയിലൂടെ തെളിയിച്ചു. മഞ്ഞളിന് ഒട്ടേറെ സ്വാദിനു പുറമെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. മഞ്ഞൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരം വിഷവിമുക്തമാക്കാനും ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നതിനും അൽഷിമേഴ്സിനെതിരെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളുടെ പ്രൊജക്ട് രോഗങ്ങളില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള കാൽവെപ്പാണ്.